പിന്നെ അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞതാണ് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും അരിഞ്ഞത്. കുക്കറിലാണ് റൈസ് കഴിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ സൺഫ്ലവർ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറുവാമ്പൂ ഇട്ട് കൊടുക്കാം, ഏലക്ക, കറുവപ്പട്ട, ജീരകം. മൂത്ത് വന്നിട്ട് സവോള ഇട്ടു. ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ടാണ് നമ്മളിവിടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രം വെള്ളം നമ്മൾ കുക്കറിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ അരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത പാത്രത്തിൽ 2 പാത്രം വെള്ളം എടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. പാത്രത്തിൽ ഉപ്പിടുന്നത് അരിക്കും കൂടി കണക്കാക്കിയിട്ടാണ്. പാകത്തിന് തിളച്ച് നമുക്ക് അരി ഇടാം. തിളയ്ക്കാൻ വേണ്ടിയുള്ള അരി കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം മുട്ടി തിളയ്ക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് അരി ഇട്ടിടണം. കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കുക്കറിലെ മൂടി അടച്ച് വെച്ച് കൊടുക്കും. കുക്കർ അടച്ച് വെച്ച് ഇനി 2 വിസിൽ അടിക്കട്ടെ. വീട്ടിലെ മസാലപ്പൊടികൾ, ബിരിയാണി മസാലപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഏലക്ക, ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല, കറുവാമ്പൂവ്, വലിയ ജീരകം, കറുവാമ്പട്ട, കുരുമുളക്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചുകൊണ്ട് വരാം. നമ്മൾ കൂന്തൽ ഇവിടെ കഴുകി ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചീനച്ചട്ടിയൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ച കൂന്തൽ ഇവിടേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഫ്രൈ ആയി വരട്ടെ. ഇവിടെ മസാല ഉണ്ടാക്കാൻ എടുത്ത് വെച്ചേക്കാണ്. വലിയ ഉള്ളി, സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ട് പച്ചമുളകും നമ്മൾ ചതച്ച് വെച്ചതാണ് കേട്ടോ. ഇതാ ഇവിടെ മസാല ഉണ്ടാക്കാൻ വെച്ച പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ച സവോള ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് തക്കാളി ചേർത്ത് കൊടുക്കും. തക്കാളി ചേർത്ത് കൊടുത്താണ്. നമ്മൾ തക്കാളി വാടി വന്ന് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ പച്ചമുളക് ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഇളക്കി പച്ചമുളക് ചതച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കും. ഇനി അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മീൻ മസാല നമുക്ക് അതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കാം. ഇത് മസാലപ്പൊടിയോടെ ചേർക്കുന്നു. നന്നായിട്ട് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കൂടുതൽ ഫ്രൈ ആക്കി വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് നേരം വെന്ത് വരട്ടെ. മസാലയ്ക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ എന്നിട്ട് മൂടി വെക്കാം. എന്നിട്ട് വെള്ളം വരട്ടെ. നമ്മൾ മസാലയ്ക്ക് കുറച്ച് കട്ടത്തൈര് വെച്ച് കൊടുക്കുന്നത്. ഇത് വേണ്ടിയിട്ട് കട്ടത്തൈര് മിക്സ് ചെയ്ത് കൊടുക്കും. അടുത്ത ലെയർ ചോറും കൂടി ഇട്ട് നമുക്ക്
ആവി കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.